ദൈവത്തിന് നന്ദി. കാരണം എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ഈ 2020 വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ഇടയ്ക്ക് കളിപ്പിക്കാതിരുന്നപ്പോൾ ഒരു സംശയങ്ങളുണ്ടായിരുന്നു. ഇനി എന്താ സംഭവിക്കുക എന്നറിയില്ലായിരുന്നു. സഞ്ജു വന്നു തുടങ്ങി, കളിയുടെ ഗതിയും മാറി. അപ്പോൾ ഈ കപ്പ്, ഈ 2020 വേൾഡ് കപ്പ് ഇന്ത്യക്ക് മാത്രമല്ല സ്വന്തം. യഥാർത്ഥ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സഞ്ജു സാംസൺ. കാരണം സഞ്ജു ഇത്രയ്ക്ക് ആത്മാർത്ഥമായി കളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ പോലും പറ്റില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടു, അത് കോപ്പിറൈറ്റ് കാരണം ഒന്നിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം കോപ്പിറൈറ്റ് ആയിരുന്നു. പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. കാരണം സഞ്ജു മലയാളികളുടെ സ്പോർട്സിലെ അഹങ്കാരം എന്ന് പറയുന്നത് സഞ്ജു ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IM വിജയൻ ചേട്ടനുമുണ്ട്, ഫുട്ബോളിലും ഉണ്ട്, ക്രിക്കറ്റിലെ സഞ്ജു സാംസൺ. കാരണം സിനിമയുടെ ഇത് പറഞ്ഞാൽ മലയാളികളുടെ അഹങ്കാരം മോഹൻലാലാണ്. പക്ഷേ ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ അഹങ്കാരമായി മാറിയ സഞ്ജുവിന് 1000 ആശംസകൾ. കൂടാതെ ഇന്ത്യൻ ടീമിൽ എല്ലാ അംഗങ്ങൾക്കും ആശംസകൾ നേരുന്നു, പ്രത്യേകിച്ച് സഞ്ജു സാംസന്. കാരണം അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കും എന്താ ഇവ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. പക്ഷേ ഞാനിങ്ങനെയാണ്. കാരണം ഒരു അഹങ്കാരവും ഇല്ലാത്ത സഞ്ജുവിനൊരു ഇത്രയും പറഞ്ഞൊരു ഒരു ആശംസകൾ നേർന്നില്ല. പിന്നെ എന്തോന്ന് മലയാളി. കാരണം ഇന്ത്യൻ ടീമിൽ 100ൽ 90 പേരും സഞ്ജുവിനെ മലയാളി ആയതുകൊണ്ട് മാത്രം മാറ്റി നിർത്തിയതാണ്. അത് എല്ലാ മലയാളികൾക്കും അറിയാം. മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാം. കാര്യം ഇന്ത്യയിലുള്ള എല്ലാ പേരും സഞ്ജുവിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. സഞ്ജു കളത്തിലിറങ്ങിയാൽ വിളി തുടങ്ങുന്നു, സഞ്ജു 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 എന്നും പറഞ്ഞ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആഘോഷിക്കുകയല്ലേ? സഞ്ജു, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. താങ്ക് യു. സെഞ്ചുറി അടിച്ചില്ലെന്നൊരു വിഷമമുണ്ട്, അതുമാത്രം കേട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ചോദിക്കും, സുഹൃത്തുക്കളെ നിങ്ങൾ ചോദിക്കുക എന്താണെന്ന്. വേറൊന്നുമല്ല, സഞ്ജുവിൻ്റെ PMൽ ഇൻസ്റ്റാ PMൽ എങ്ങനെയൊക്കെ എഴുതി ഇടാറുണ്ട്, ഓരോ പോയിൻ്റുകൾ എഴുതി ഇട്ട് കൊടുക്കാറുണ്ട്.